സോ ബാർസലോണ ജയിച്ചു 4-1 വിയറലായിട്ടായിരുന്നു മത്സരം. എന്താ ആവേശം അത് പറയുമ്പോ? കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ ജയിക്കുന്നു. അത് നല്ല വിജയമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, മറ്റേ തിരിച്ചെത്തി വരുന്ന സ്ഥിതിക്കുന്ന വിക്സ് നല്ല തലവേദന ഉണ്ടാവും. പോയിന്റ് ടേബിളില് ബാഴ്സ ഒന്നാമത് തന്നെ തുടരുകയാണ്. റയലിന് മാച്ച് ഇനി ട്യൂസ്ഡേ ആണ്. അത് ജയിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പോയിന്റ് ടേബിൾ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ലാലിഗയിൽ ഇപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ ഒന്നാമത്. അതെന്തായാലും ആട്ടെ. 64 ബാഴ്സ ഇപ്പൊ റയൽ മാഡ്രിഡ് ഇപ്പൊ ജയിച്ചാലും പോയിന്റ് ടേബിളിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. 63 പോയിന്റ് ഉണ്ടാവുള്ളൂ. ടൈറ്റ് ആയിട്ടിരിക്കണം. ടൈറ്റ് ആണ് കോമ്പറ്റീഷൻ, ഇപ്പോഴും ടൈറ്റ് ആണ്. പിന്നെ ഇന്ന് മാച്ച് യുണൈറ്റഡ് വേഴ്സസ് ക്രിസ്റ്റൽ അതിനൊരു കാര്യം പറയണം. യമാൽ ഇന്നലെ ഹാട്രിക് അടിച്ചു. പിന്നെ പറയണം ലാലിഗയിൽ ഏറ്റവും യങ്ങസ്റ്റ് ഹാട്രിക് ആണ്. പിന്നെ വേറൊരു കാര്യം, അവസാന ഭാഗത്ത് ലെവൻഡോസ്കിയുടെ ഒരു ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ പരിപാടി പൂർത്തിയായി. 4-1 ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൂസ്ബംസ്. നല്ല കളിയായിരുന്നു. എനിക്ക് അത്ര ഇല്ലായിരുന്നു. അത് ഉണ്ടാവില്ലല്ലോ, കാരണം നിങ്ങൾ ലാലിഗയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും തലവേദന ഉണ്ട്. തലവേദന അല്ലേ? ഞാനൊരു ഇവന്മാർക്ക് ഒരു നല്ല തലവേദന ഉണ്ടാകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ഈ ഒന്നും കാണാത്തൊരു കമ്പാക്ക് ഞങ്ങൾ അത്ലറ്റിക്കോനെ അടിക്കും. നടക്കട്ടെ. ലാലിഗയിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. ലാലിഗയിൽ ഇങ്ങനെ പറയുമ്പോഴെല്ലാം ലാലിഗ ഞങ്ങൾ മാറ്റം ഉണ്ടാകാനാണ് പതിവ്. ലാലിഗയിൽ അത് പറഞ്ഞ് മാറ്റം ഉണ്ടാക്കിയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇന്ന് 2 അടിപൊളി മാച്ച് ഉണ്ട്. മാച്ച് യുണൈറ്റഡ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്, പിന്നെ ആഴ്സണൽ വേഴ്സസ് ചെൽസി. അത് പിന്നെ ഇന്നലെ സൗദി പ്രോ ലീഗിൽ അൽനാസർ ജയിച്ചു. ബട്ട് അണ്ണൻ പെനാൽറ്റി പുറത്ത് കളിച്ചു. 3-1 അൽനാസർ ജയിച്ചു. അൽഫയായിട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ പെനാൽറ്റി. എന്തായാലും പോയല്ലോ, പുറത്തോട്ട് പോയല്ലോ. പോസ്റ്റ് പെനാൽറ്റി മിസ് വണ്ണം തന്നെ മനസ്സിലാക്കിയാൽ ഉള്ളടിക്കുമ്പം മിസ്സാകും. അങ്ങനെ വരുമ്പോ ഒരു റേഷ്യോ സംവിധാനം ഉണ്ട്. കാരണം കൂടുതൽ പെനാൽറ്റി അടിക്കുമ്പോൾ കൂടുതൽ മിസ്സാവാനും ചാൻസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ തോറ്റിട്ടോ മഞ്ഞയിൽ കുളിച്ചാടും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്റർകാഷ്.